ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് എല്ലാവരും ബിരിയാണി വെച്ച് കഴിഞ്ഞു. അതെന്താ അതിൻ്റെ കഥ? കൊല്ലത്തേർ ഇത്രയും ബിരിയാണി തയ്യാറാക്കാനുള്ള ഭയങ്കര ബിരിയാണി പ്രേമിയാണ്. പിന്നെ നമ്മുടെ സലീം ഹോട്ടല്, പിന്നെ ബിരിയാണിയുടെ സ്പെഷ്യലിസ്റ്റായ എഴുത്താണി, അങ്ങനെ പല പല കടകളിൽ നിന്നുള്ള സംസം, അങ്ങനെയുള്ള ബിരിയാണികൾ കഴിച്ച് നമുക്ക് ബിരിയാണി എപ്പോഴും ഉണ്ടാക്കി നല്ല ശീലമാണ്. കൊല്ലംകാർ പൊതുവെ മറ്റെന്ത് റൈസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ബിരിയാണി തന്നെയാണ്. എപ്പോൾ ബിരിയാണി കിട്ടിയാലും കഴിക്കുന്ന ആൾക്കാരല്ല, രാത്രി കിട്ടിയാലും കഴിക്കും. അതിൽ തന്നെ മട്ടൻ ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നു അല്ലേ? മട്ടനും ചിക്കനും ഇഷ്ടമാണ്. ഈ കുക്കിങ്ങിലും ഭയങ്കര ഫാസ്റ്റായിട്ട് തോന്നി ഞങ്ങൾക്ക് ബാക്കിയുള്ളതിനേക്കാൾ. അരമണിക്കൂർ കൊണ്ട് എല്ലാവരും തീർത്തു. എവിടുന്ന കൊല്ലത്ത് വരുന്നത്? ചന്ദനത്തോപ്പ്. എങ്ങനെയുണ്ടായി കോമ്പറ്റീഷൻ? നല്ല ടഫ് കോമ്പറ്റീഷൻ. പിന്നെ എല്ലാവരും ഒന്നിനൊന്നിനും ബെറ്റർ അല്ലേ, അടിപൊളിയായിട്ട് എല്ലാവരും അവരവരുടെ കഴിവുകൾ തെളിയിക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. മത്സരബുദ്ധിയില ബാക്കിയുള്ള എല്ലാ ഡിസ്ട്രിക്റ്റിനേക്കാൾ കൂടുതൽ വളരെ കോമ്പറ്റന്റ് ആയിരുന്നു. മത്സരബുദ്ധി വളരെ മത്സരബുദ്ധിയല്ല, നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി. ഞങ്ങൾ കോൺടെസ്റ്റിന് വളരെ എനർജറ്റിക് ആയിരുന്നു ബാക്കി അവിടെ ഉള്ളവരെക്കാൾ. കൊല്ലത്ത് വന്നു വളരെ എന്തൂസിയാസ്റ്റിക് ആയിരുന്നു, വളരെ ഉത്സാഹഭരിതരായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേകത ഞങ്ങൾക്ക് മലപ്പുറത്ത് തോന്നി. മുമ്പ് പങ്കെടുത്തുണ്ടോ എവിടെയെങ്കിലും? ബിരിയാണി മത്സരത്തിന് പങ്കെടുത്തിട്ടില്ല, കുക്കിംഗ് പ്രോഗ്രാമിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ബിരിയാണി മത്സരം ആദ്യമായിട്ടാണ്. പിന്നെ വീട്ടിൽ ഹസ്ബൻഡും കുഞ്ഞും അവർക്ക് രണ്ടുപേർക്കും ബിരിയാണി അത് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. ഇതിലിപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ബിരിയാണിയാണോ ഇത്? ഇതിനകത്ത് നമ്മൾ കാഷ്യൂ ബിരിയാണി. കൊല്ലം കാഷ്യൂവിൻ്റെ സ്ഥലമാണല്ലോ അല്ലേ? ഈ റൈസ് എങ്ങനെയാണ്? റോസ് ബ്രാൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു? റോസ് ബ്രാൻഡ് സൂപ്പറായിട്ടുണ്ട്. അനുസരിച്ച് വെള്ളം വെച്ചാൽ ഒരു പ്രശ്നമുണ്ട്, കറക്റ്റായിട്ട് ഉപയോഗിക്കാറുണ്ടോ അത്? ഉപയോഗിക്കാറുണ്ട്. നല്ല കൺസിസ്റ്റൻസിയിൽ നമ്മൾ കിട്ടും. തെക്ക് ഭാഗങ്ങളിൽ പൊതുവെ ബസ്മതി എന്ന് പറയാറുണ്ട്, പക്ഷെ അങ്ങനെയല്ല, അത് മാറിക്കൊണ്ടിരിക്കുകയെന്നാണ്. ഇപ്പം ജീരകശാല കഴിഞ്ഞുകൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് നമ്മൾ വലിയ റൈസായിരുന്നു വാങ്ങിച്ചിരുന്നത്, ഇപ്പം അത് ടേസ്റ്റ് ഒക്കെ മാറി. അപ്പോൾ കൊല്ലത്തെ മത്സരം വളരെ ടൈറ്റാണ്. നല്ല ടൈറ്റ് മത്സരമാണ്. 32 പേർക്കും ഫസ്റ്റ് പ്രൈസ്. ടെൻഷൻ ഇല്ലാതെ വന്നത്, പക്ഷെ ഇവിടെ വന്ന് എല്ലാവരും കണ്ടപ്പോൾ നന്നായിട്ട് ടെൻഷൻ. ഓക്കെ, 3 പേർക്ക് എന്തായാലും സമ്മാനം കിട്ടും. പിന്നെ 30 പേരെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് സെലക്ട് ചെയ്തതാണ്. എക്സാക്ട്ലി 30 പേര് സെലക്ട് ചെയ്തത് തന്നെ വലിയ വിജയമാണ്. ഒരുപാട് പേര് നിങ്ങൾ സെലക്ട് ചെയ്തു, അപ്പോൾ അതൊരു വിജയമാണ്. ബാക്കിയുള്ള വിജയങ്ങൾ ജഡ്ജസ് തീരുമാനിക്കട്ടെ. തീർച്ചയായിട്ടും ഒരു ഭാഗ്യം തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കാൻ പറ്റിയതിന് ഒരു വലിയ ഭാഗ്യമായിട്ട്. യെസ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്തായി കുക്കിംഗ് എല്ലാം കഴിഞ്ഞോ? സ്പെഷ്യൽ സംഭവം ഉണ്ടല്ലോ ഇവിടെ, പുളിഞ്ചിയാണോ? നിങ്ങളെന്താ നാട്ടിൽ? ഓ, മത്സരത്തിന് ശരിക്കും ഇതില്ല, പക്ഷെ എന്നാലും ഓക്കെ. മുമ്പ് മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ആദ്യമായിട്ടാണ്. എന്താണ് അനുഭവം? റോസ് ബ്രാൻഡിൻ്റെ ഈ പ്രോഗ്രാമിലെ അനുഭവം എന്താ? എനിക്ക് റോസ് ബ്രാൻഡ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്, ഞാൻ ചെറിയൊരു കാറ്ററിംഗ് പോലെയൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പം അവരുടെ ഇഷ്ടമുള്ള അരി വെച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് പറയുമല്ലോ, അപ്പം ഞാൻ റോസ് ബ്രാൻഡ് തിരഞ്ഞെടുക്കുന്നത്. പിന്നെ അതെനിക്ക് ഇഷ്ടമാണ്, അതിൻ്റെ ഫ്ലേവറാണെങ്കിലും വേവിനൊക്കെ പക്കയത്. പിന്നെ മത്സരത്തിൽ പാചകം ഭയങ്കര ഇഷ്ടമാണ്. വെരി ഗുഡ്. അപ്പം ഫസ്റ്റ് പ്രൈസ് കിട്ടട്ടെ. എന്തായി കഴിഞ്ഞോ മത്സരം? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല മത്സരം. മുമ്പ് പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. ഓക്കെ. കൊല്ലത്ത് എവിടെ സ്ഥലം? കരുനാപ്പള്ളി, തൊടിയൂര്, വാദമെമ്പർ കൂടിയാണ്. അപ്പോൾ കുറച്ച് ദൂരത്തുനിന്നാണ് വന്നത് അല്ലേ? ഓക്കെ. മത്സരത്തിൽ പങ്കെടുക്കാനുള്ള ഒരു പാചകം വലിയ ഇഷ്ടമാണ്. ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത്, അതുപോലൊരു വേദിയിൽ പങ്കെടുക്കുന്നത് ആദ്യമായിട്ടാണ്. ഇവിടെ മത്സരത്തിൽ അല്ലെങ്കിൽ വേറൊരു താരം നിൽക്കുന്നുണ്ട്, നമ്മളെ ലൈവിൽ പങ്കെടുക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് ഒരു സൂപ്പർ സ്റ്റാർ ഇവിടെ നിൽക്കുന്നുണ്ട്. റോസ് ബ്രാൻഡിന്റെ ലൈവിൽ വരണമെന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നു. മുൻജന്മ പുണ്യം അത് ഫൈസലിക്കായിട്ട്. താങ്ക് യു. അപ്പോൾ മത്സരം കഴിഞ്ഞു. ഇനിയിപ്പോൾ ജഡ്ജസ് വരും. നിങ്ങൾക്ക് എല്ലാവർക്കും പ്രൈസ് കിട്ടൂല, എന്നാലും ഓരോരുത്തരോടും നമുക്ക് ഓരോരുത്തർക്ക് കിട്ടട്ടെ എന്നല്ലേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എങ്ങനെയുണ്ടായി? ഒരു വീഡിയോ കിട്ടുന്നുണ്ടായിരുന്നല്ലോ അല്ലേ? ആ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്തു. എവിടുന്നാണ് വരുന്നത്? എവിടെ? ശക്തികുളങ്ങര. അപ്പോൾ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ മുമ്പ്? വീട്ടിൽ ബിരിയാണി ഉണ്ടാക്കാറുണ്ടോ? ഓ, ഓക്കെ. ഇതാരാ? അറിയാലേ, നിങ്ങളെ നാട്ടിലെ ആളെ തന്നെ ഞങ്ങൾ ചീഫ് ഗസ്റ്റായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ടൈപ്പ് ബിരിയാണിയാണോ വെച്ചിരിക്കുന്നത്? ദമ്മ് ഫ്രൈഡ് ദമ്മായിരുന്നോ പച്ചദമ്മായിരുന്നു? എന്തായിരുന്നു? അല്ല, ഇതിൽ ഫ്രൈ ചെയ്തിട്ടാണ് ദം? പച്ചദമ്മാണ്. ഇച്ചിരി പാടാണല്ലോ, അതെന്ന് ചോദിച്ചു. റോസ് ബ്രാൻഡ് ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ?
ആ ഇത് റോസ് ബാൻഡ് ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? കുഴപ്പമില്ല. റൈസൊക്കെ പൊട്ടിപ്പോകാൻ കറക്റ്റ് ഓക്കെ. അതാണ് മെയിനായിട്ട്. റൈസ് പൊട്ടാതെ റൈസ് പൊട്ടില്ല, നാച്ചുറൽ സ്മെല്ലാണ്, ഒട്ടിപ്പിടിക്കില്ല, അങ്ങനെ കുറേ ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ എന്തായാലും ഓൾ ദി ബെസ്റ്റ്, മത്സരത്തിൽ വിജയിക്കട്ടെ. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? വളരെ നല്ലതായിരുന്നു. ആണല്ലേ? പിന്നെ നിങ്ങളിപ്പോൾ ഞാനിപ്പോൾ ഈ റോസ് ബ്രാൻഡ് കൈമ റൈസിൻ്റെ ഈ കോമ്പറ്റീഷന് വന്നുകൊണ്ട് പറയുമല്ല, ഞാനൊരു 3 ഇയേഴ്സായിട്ട് ഇത് തന്നെ ഉപയോഗിക്കുന്നു. Okay. മീൻസ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ദിവസം ഒരു ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഫാമിലി മാർട്ടിൽ നിന്ന് മേടിക്കാൻ പറ്റി. അപ്പോൾ അങ്ങനെ ഞാൻ അത് മേടിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഞാൻ സജസ്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ എനിക്ക് ഈ റൈസിലോട് 100% ഓക്കെ. പിന്നെ നല്ല അതിൻ്റെ ആ മണവും ഞാനിന്ന് വെച്ചേക്കുന്ന ഒതറ്റിക് ഫ്ലേവറിലുള്ള ബിരിയാണി. മീൻസ് വേറെ ഒന്നും ചെയ്യാതെ ആ റൈസിൻ്റെയും ചിക്കൻ്റെയും ഫ്ലേവർ വരിക എന്നുള്ളതാണ് എൻ്റെ. ഓക്കെ, വെരി ഗുഡ്. നല്ല കോൺഫിഡൻറ്റോടുകൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? ഞാൻ 7 ഇയേഴ്സായിട്ട് ഇത് ഹോംബേക്കറാണ്. ഓക്കെ. ഒരുപാട് പേര് കൊല്ലത്തുള്ള ആൾക്കാർ ഇങ്ങനെ കാറ്ററിങ്, ഹോം മേക്കിംഗ്, ഹോം ഫുഡ് പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ അല്ലേ? ആ, എനിക്ക് ഇവിടെ വന്നപ്പോൾ തോന്നി എല്ലാവരും നല്ല എക്സ്പീരിയൻസ്ഡ് ആണ്. കുഴപ്പമില്ല. എനിക്ക് അതുകൊണ്ട് ഈ കൈമ റൈസ് റോസ് ബ്രാൻഡിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു ടെൻഷനും അതിലുണ്ടായില്ല വരാൻ. ഞാൻ ഈസി ആയിട്ട് വന്നു, ഈസി ആയിട്ട് ഞാനത് ചെയ്തു. അപ്പോൾ ഇനി മീൻസ് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു 3-4 വർഷം മുമ്പ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഇത് 1 കിലോ മേടിക്കാൻ എനിക്ക് സാധിച്ചത്. അതിനുശേഷം ഞാൻ ഇത് തന്നെ ഉപയോഗിക്കും. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ മത്സരത്തിൽ വിജയിക്കട്ടെ, ഓൾ ദി ബെസ്റ്റ്, ഗുഡ് ലക്ക്. ഓക്കെ. അപ്പം ഏകദേശം മത്സരം കഴിയാറായി. കുറച്ചുകൂടി നേരം കഴിഞ്ഞാൽ ജഡ്ജസ് വരും. ഇതിലാരാണ് കൊല്ലത്തെ രാജ്ഞി എന്ന് ഇപ്പം അറിയാൻ പറ്റും. ഓൾ ദി ബെസ്റ്റ്. മൈക്ക് എടുത്ത് 2 ആൾക്കാർക്ക് ഇല്ലല്ലേ ഇത്